മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ 1969 ചരിത്രപ്രസിദ്ധമായ അപ്പോളോ 11 ദൗത്യത്തെക്കുറിച്ച് കൗതുകകരമായ ഒരു വാർത്ത പുറത്തുവരുന്നു. നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്ര ഉപരിതലത്തിൽ ഉപേക്ഷിച്ചു പോന്ന വസ്തുക്കളിൽ പോൾ ആറാമൻ മാർപ്പാപ്പ ഒപ്പിട്ട 8ാം സങ്കീർത്തനത്തിന്റെ പൂർണ്ണരൂപവും ഉൾപ്പെട്ടിരുന്നു. പ്രപഞ്ച സൃഷ്ടിയെയും ദൈവമഹത്വത്തെയും വാഴ്ത്തുന്ന ബൈബിളിലെ 8ാം സങ്കീർത്തനം ലത്തീൻ ഭാഷയിൽ കൈപ്പടയിൽ എഴുതിയതാണ് ചന്ദ്രനിൽ നിക്ഷേപിച്ചത്. നിന്റെ വിരലുകൾ നിർമ്മിച്ച ആകാശത്തെയും നീ സ്ഥാപിച്ച ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഞാൻ നോക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന വരികൾ ഈ ദൗത്യത്തിന് ഏറെ അനുയോജ്യമായിരുന്നു. സങ്കീർത്തനത്തിന് താഴെ മാർപ്പാപ്പ ഇപ്രകാരം കുറിച്ചു: മനുഷ്യന് ഇത്ര വലിയ അധികാരം നൽകിയ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി, ഈ അത്ഭുതകരമായ സംരംഭത്തിന്റെ വിജയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 1969 പോൾ ആറാമൻ മാർപ്പാപ്പ ഒപ്പിട്ട ഈ കത്ത് ഇന്നും ചന്ദ്ര ഉപരിതലത്തിൽ മാറ്റമില്ലാതെ തുടരുന്നു. നാസയുടെ അഭ്യർത്ഥന പ്രകാരം വത്തിക്കാൻ ഉൾപ്പെടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നൽകിയ സന്ദേശങ്ങൾ ഒരു ചെറിയ ക്യാപ്സൂളിലാക്കിയാണ് ചന്ദ്രനിൽ വെച്ചിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്നുള്ള അതീവ മനോഹരമായ സന്ദേശം എന്നാണ് നാസ ഇതിനെ വിശേഷിപ്പിച്ചത്. ചന്ദ്രനിലെ മനുഷ്യന്റെ ആദ്യ ചുവടുവെപ്പിനെ ദൈവത്തിന്റെ സൃഷ്ടി മഹത്വത്തെ സ്തുതിക്കാനുള്ള വലിയൊരു അവസരമായാണ് പോൾ ആറാമൻ മാർപ്പാപ്പ കണ്ടിരുന്നത്. ബഹിരാകാശ സഞ്ചാരികൾക്കായി പ്രത്യേക സന്ദേശവും അദ്ദേഹം അന്ന് നൽകിയിരുന്നു. ശാസ്ത്രം കൈവരിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിൽ സൃഷ്ടാവിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കപ്പെട്ടു എന്നത് വിശ്വാസ ലോകത്തിന് വലിയ ആവേശമാണ് പകരുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഏറെ അഭിമാനത്തോടെയാണ് ഈ ചരിത്ര വസ്തുതയെ നോക്കിക്കാണുന്നത്.